മാമോനെയും ദൈവത്തെയും ഒരുപോലെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മറ്റു ചിലരാകട്ടെ അല്പം കൂടെ നർമ്മം കലർത്തി ഒരേ സമയം രണ്ട് വെള്ളത്തിൽ കാല് വെച്ച് കഴിഞ്ഞാൽ കവ കീറിപ്പോവും എന്നൊക്കെയുള്ള തരത്തിലുള്ള പരാമർശങ്ങൾ അങ്ങ് നടത്താറുണ്ട്. അപ്പോൾ ഇതേപോലെ സിനിമാ മേഖലയിലെ തുല്യശക്തികളായ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ പരിവേഷത്തിൽ നിൽക്കുന്ന മോഹൻലാലിനെയും മമ്മൂട്ടിയെയും തൻ്റെ സിനിമയിൽ കൊണ്ടുവന്ന് എന്നാൽ പിന്നീട് മമ്മൂട്ടിയുടെ പിടിവാശി കാരണം മോഹൻലാലിനെ പരസ്യമായിട്ട് അപമാനിച്ച ഒരു സംവിധായകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പറ്റിയ അബദ്ധം എന്താണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൊന്ന് കാണുവാനായിട്ട് പോകുന്നത്. നമുക്കെപ്പോഴും അറിയാം മോഹൻലാലും മമ്മൂട്ടിയും തമ്മിൽ അടുത്ത സൗഹൃദമുണ്ട്. നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ അടുത്ത ആത്മബന്ധം പുലർത്തുന്ന രണ്ടു പേരാണ് ഇവർ. പക്ഷെ ഇവരുടെ ആരാധകരാണ് ഇവർ രണ്ടുപേരും തമ്മിൽ ഉടക്കിലാണ്, വാശിയാണ് എന്നൊക്കെ തരത്തിലുള്ള പ്രചരണങ്ങൾ എപ്പോഴും നടത്തുന്നത്. എന്തെങ്കിലുമൊക്കെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവരെല്ലാവരും പരസ്പരം സംസാരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങാകുകയും ചെയ്യുമെന്നും അവർ തന്നെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഇവിടെ കാര്യം പോയത് അങ്ങനെയൊന്നുമല്ല. ഈ മമ്മൂട്ടിക്ക് ചില സ്വഭാവ സവിശേഷതകളുണ്ട് എന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്. ഒന്നാമത്തെ കാര്യം, മികച്ച കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷനാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു സിനിമയിൽ മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് അഭിനയിക്കുകയാണെങ്കിൽ മോഹൻലാലിൻ്റെ കഥാപാത്രത്തിന് തന്നേക്കാൾ പ്രാധാന്യം ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ തൻ്റെ ഇമേജ് പോകുന്നൊരു പേടി പണ്ട് കാലം മുതലേ നമ്മുടെ മമ്മൂക്കയ്ക്ക് ഉണ്ട് എന്നാണ് ഗോസിപ്പ് കോളങ്ങളിൽ പലരും പറയുന്നത്. അതുപോലെ കുറച്ചു കാലം മുന്നേ ഒരു ഫിറോസ് വന്നിട്ട് പറഞ്ഞ നല്ലൊരു ഷർട്ട് ഒരാൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മമ്മൂട്ടി ഇഷ്ടപ്പെട്ടില്ല, അത് അഴിപ്പിക്കും എന്നൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകളെല്ലാം വിശ്വസിക്കാൻ പറ്റില്ലെങ്കിലും ഒരു പ്രശസ്ത സംവിധായകനായ സാജൻ തനിക്ക് പറ്റിയ ഒരു അമളിയെക്കുറിച്ച് അല്ലെങ്കിൽ മോഹൻലാൽ എന്ന വ്യക്തി തന്നെ പൂർണ്ണമായിട്ടും പുച്ഛത്തോടെ അവഗണിക്കാനും ഒഴിവാക്കാനും ഉണ്ടായ കാരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഗീതം എന്ന സിനിമയിൽ മോഹൻലാലും മമ്മൂട്ടിയും തിലകൻ ഉൾപ്പെടെയുള്ള പ്രമുഖ താരങ്ങളൊക്കെ അണിനിരുന്നു. ആ ചിത്രം നല്ല രീതിയിൽ മുന്നോട്ട് പോയി. ഇതിലെ നായകൻ എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂട്ടിയായിരുന്നു. അപ്പോൾ ഈ സിനിമയിൽ കുറച്ച് രംഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ പ്രിയങ്കരനായ മോഹൻലാലിനെ പുള്ളി ക്ഷണിച്ചു വരുത്തുന്നു. അപ്പം ആ സിനിമയിൽ ഒരു ഭാഗത്ത് മമ്മൂട്ടിക്ക് മുന്നിൽ മോഹൻലാൽ മദ്യക്കുപ്പി വയ്ക്കുന്നതും ഇതേ തുടർന്നുള്ള കുറേ രംഗങ്ങളുമാണ് ചിത്രീകരിച്ചിരുന്നത്. എന്നാൽ മമ്മൂട്ടിയുടെ നിർബന്ധം കാരണം ഈ സീന്, അതായത് മോഹൻലാലിനെ കുറച്ച് സീനുകളെ കൊടുത്തുള്ളൂ, പ്രത്യേകിച്ച് ക്ഷണിച്ചു വരുത്തി ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ ഈ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഈ സംഭവം മമ്മൂട്ടിയുടെ പിടിവാശി കാരണം ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നു. ആ സംഭവം നമ്മുടെ മോഹൻലാൽ അറിയുന്ന എപ്പോഴാണ്? മമ്മൂട്ടി ഇയാളോട് പറഞ്ഞില്ല, സംവിധായകനും പറഞ്ഞില്ല. ഡബ്ബിങ്ങിനായിട്ട് വരുന്ന സമയത്താണ് മോഹൻലാൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം ഇതിനകത്ത് നടന്നു എന്ന് മനസ്സിലാക്കുന്നത്. ചിലവരൊക്കെയാണെങ്കിൽ ഈഗോ മൂത്തിട്ട് ഇട്ടിട്ട് പോകും, എന്നെ അപമാനിച്ചു എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ മോഹൻലാലിന് മമ്മൂട്ടി എന്താണെന്നറിയാം, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വ്യക്തമായിട്ടറിയാം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പ്രത്യേകിച്ചൊന്നും അന്നേരം പറഞ്ഞില്ല. പക്ഷേ കൊടുത്തത് നല്ലൊരു പണിയായിരുന്നു. അത് ഇത്രയേ ഉള്ളൂ. ആ സിനിമയിൽ മദ്യക്കുപ്പികൾ നിരത്തി വെക്കുമ്പോൾ മമ്മൂട്ടി ക്ഷോഭിതനായിട്ട് അല്ലെങ്കിൽ വളരെ ദേഷ്യം പൂണ്ട മമ്മൂട്ടി മദ്യക്കുപ്പികളെല്ലാം കൂടെ തട്ടിത്തെറിപ്പിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. അപ്പോൾ മമ്മൂട്ടിയെ നോക്കി മോഹൻലാൽ നോ ഇറ്റ്സ് ടു ബാഡ് എന്ന് പറയും. എന്നാൽ ഈ സിനിമയിലെ അഭിനയമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ രംഗം അങ്ങോട്ട് ഒഴിവാക്കണമെന്ന് നമ്മുടെ മമ്മൂട്ടി ചേട്ടന് വല്ലാണ്ടൊരു ആഗ്രഹം തോന്നി. ഇതാണ് അപ്പം മമ്മൂട്ടി അവർക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ലാത്ത സാഹചര്യമായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തെയും മാമോനെ ഒരുമിച്ച് പ്രസാദിപ്പിക്കാൻ പറ്റില്ല എന്ന് പഴമക്കാർ പറയും എന്ന് പറയുന്നതിനുണ്ടായ കാരണം. അപ്പോൾ മമ്മൂട്ടി ഇവർക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. പിന്നെ മാത്രമല്ല, നായകന് മമ്മൂട്ടിയാണ് താനും. പിന്നെ മമ്മൂട്ടിയുടെ പിടിവാശിക്ക് വഴങ്ങി മോഹൻലാലിനെ വെച്ച് ഷൂട്ട് ചെയ്ത് ഈ ഒരു ഭാഗം കട്ട് ചെയ്തു. അത് ഡബ്ബിങ്ങിന് വരുമ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ മോഹൻലാൽ ഒരുപാട് ആസ്വദിച്ച് ചെയ്ത ഒരു ഭാഗമായതുകൊണ്ട് ഇയാളോട് ചോദിച്ചു ആ ഭാഗം എന്ത് എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ വളരെ മടിച്ച് അത് ഇല്ല എന്ന തരത്തിൽ പറഞ്ഞു. അപ്പം മോഹൻലാൽ ചിരിച്ചു. മോഹൻലാലിൻ്റെ കാര്യമൊക്കെ മനസ്സിലായി. ഇതിൻ്റെ പുറകിൽ മമ്മൂട്ടിയുടെ നിർബന്ധമാണ്, അല്ലാണ്ട് അവരുടെ മനസ്സല കട്ട് ചെയ്തതല്ലെന്ന് പറയാം. മമ്മൂട്ടിയെ വെറുപ്പിക്കാൻ അവർക്ക് പറ്റത്തില്ല. ഒരുപാട്
സിനിമയിലെ നഷ്ടം വരുമെന്നും അവർക്കറിയാമായിരുന്നു, പ്രത്യേകിച്ച് മോഹൻലാലിന്. അതുകൊണ്ട് മോഹൻലാൽ അതിന് ഒന്നും ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗങ്ങളൊക്കെ മനോഹരമായിട്ട് ഡബ് ചെയ്തു. അതിനുശേഷം ഇറങ്ങാൻ നേരത്ത് നമ്മുടെ സംവിധായകൻ സാജനെ വിളിച്ചിട്ട് ഒരേ ഒരു കാര്യമാണ് ചെവിയിൽ പറഞ്ഞത്: ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കൂടിച്ചേരില്ല എന്ന്. അതായത് ഈ ഒരു സിനിമയ്ക്കെന്നല്ല, ഇനി ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടും തൻ്റെ ഡേറ്റ് സംവിധായകനായ സാജന് തരില്ല. കാരണം വളരെ കഷ്ടപ്പെട്ട തിരക്കുകൾ മാറ്റിവെച്ച് പലതിനിടയ്ക്കെന്ന് വന്ന് മോഹൻലാൽ അഭിനയിച്ചതാണ്, വളരെ റിസ്ക് എടുത്തതെന്നുള്ള രീതിയിൽ മനോഹരമായിട്ട് ചെയ്തതാണ്. ഒരു ഷൂട്ടിങ്ങിൻ്റെ നമുക്കറിയാം, ആ ഒരു രംഗമൊക്കെ ചിത്രീകരിക്കുമ്പോൾ അതിൽ ഒരുപാട് ആളുകൾ അവിടെയുണ്ട്. രംഗം വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്തതാണ്. എന്നിട്ട് പെട്ടെന്ന് അങ്ങ് ഒഴിവാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇല്ലെങ്കിൽ അങ്ങനെ ഒരു രംഗം ഉൾപ്പെടുത്തേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ താൻ അഭിനയിച്ച ഒരു രംഗം തന്നോട് പറയാതെ ഒഴിവാക്കിയിട്ട് ആ കാര്യമൊന്നും അറിയിക്കുക പോലും ചെയ്യാതെ വിളിച്ചു വരുത്തി ഡബ്ബിങ് പൂർത്തിയാക്കാൻ ശ്രമിച്ച സാജനോട് ഇതിലും മാന്യമായിട്ട് എങ്ങനെയാണ് മോഹൻലാൽ പെരുമാറേണ്ടതെന്ന് തന്നെ ചിന്തിച്ചു നോക്കുക. അപ്പോൾ എന്തായാലും പിന്നീട് ഈ സാജൻ എന്ന വ്യക്തിക്ക് ആദ്യകാലങ്ങളിൽ ഉള്ളതുപോലെ അത്ര പ്രശസ്തമായ ചിത്രങ്ങളൊക്കെ ലഭിച്ചോ എന്നുള്ളത് പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്, ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ ഒരിക്കലെങ്കിലും മോഹൻലാൽ, മമ്മൂട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖ താരങ്ങളുടെയൊക്കെ കണ്ണിലെ കരടായാൽ അത് ഏത് വ്യക്തിയാണേലും, മീര ജാസ്മിൻ തന്നെ പറഞ്ഞു, വലിയ സംഭവമായിട്ട് നിരന്ന് നിന്ന മീര ജാസ്മിനൊക്കെ മോഹൻലാലിൻ്റെ അടുത്ത് അഹങ്കാരം കാണിച്ച് ഒന്നുമില്ലാതായിപ്പോയി. ആ ഒരവസ്ഥ സിനിമാ മേഖലയുള്ള പലർക്കും നേരിടാറുണ്ട്. അങ്ങനെ മോഹൻലാലിനെ പരസ്യമായിട്ട് അപമാനിച്ചു എന്ന് തന്നെ വേണമല്ലോ പറയാൻ. അപ്പോൾ ആ വ്യക്തിക്ക് മോഹൻലാൽ കൊടുത്ത മനോഹരമായ ഒരു ശിക്ഷ ഇത് മാത്രമാണ്.